കർത്താവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ ദൈവം വലിയേറിയ അവസരമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ വചനങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം കണ്ടതിലേക്ക് ഉന്നതനായ ഒരു വര്യനായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യേശു നല്ലൊരു അധ്യാപകനായിരുന്നു. യേശു നല്ലൊരു പ്രഭാഷകനായിരുന്നു. യേശു നല്ലൊരു പ്രവാചകനായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വളരെ ലളിതമായ മാർഗത്തിലൂടെ ജനത്തെ ഉപദേശിച്ചു. യേശുവിൻ്റെ കണ്ണുകൾ വിടർന്നതായിരുന്നു. അവൻ ചുറ്റുപാടിലേക്ക് നോക്കി ജനത്തെ പഠിപ്പിച്ചു. ആകാശത്തിലെ പറവയെക്കുറിച്ച്, വയലിലെ താമരയെക്കുറിച്ച്, ആരും കാണാതെ വിൽക്കപ്പെടുന്ന കുരികിലിനെ കുറിച്ചൊക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ ഉപമകൾ പലതും വിഖ്യാതമാണ്. മുടിയൻ പുത്രൻ്റെ കഥ, ധനവാന്റെ ലാസറിൻ്റെ ഉപമ, വളരെ പ്രശസ്തമായ കർത്താവിൻ്റെ ഉപമയാണ് ഗുഡ് സമരിറ്റൻ്റെ ഉപമ, നല്ല ശമരിയക്കാരൻ്റെ ഉപമ. വിഖ്യാതമാണത്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രൈസ്തവർ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കഥയാണത്. നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന നല്ല ശമരിയക്കാരനെ കുറിച്ചാണ്. യേശു കർത്താവ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയാനുള്ള കാരണം ലൂക്കോസ് വിശേഷം 10:25 മുതലുള്ള വാക്യങ്ങളുണ്ട്. അനന്തരം ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശിയായി തീരും, എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു കർത്താവിൻ്റെ അരികിൽ അവനെ വാക്കിൽ കുടുക്കാൻ വന്നവരുണ്ടായിരുന്നു. സംശയ നിവാരണത്തിന് വന്നവരുമുണ്ടായിരുന്നു. അവനെ പിടിക്കാൻ വന്നവരുണ്ടായിരുന്നു. അവൻ്റെ മുമ്പിൽ അടിയറവ് വെക്കാൻ വന്നവരുമുണ്ടായിരുന്നു. സംശയ ഛേദനം വരുത്താൻ, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താൻ പരമാർത്ഥതയോട് വന്നവരുമുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് അവനെ കുടുക്കി അവനെ ആക്ഷേപിപ്പാൻ വന്നവരുമുണ്ടായിരുന്നു. ഒരു ന്യായശാസ്ത്രി വന്നവനോട് ചോദിച്ചു, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഉടനെ യേശു അവനോട് ചോദിച്ചു, ന്യായപ്പാടിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു ചോദിച്ചു. ഉടനെ അവൻ്റെ മറുപടി 27, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു. ഉടനെ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കുമെന്ന് യേശു അവനോട് പറഞ്ഞു. ഉടനെ അവൻ തന്നെത്താൻ നീതികാരിപ്പനുസരിച്ച് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. യേശു പറഞ്ഞ ഉപമയാണത്. നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്ചികമായ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സിലിഞ്ഞരികെ വന്നു. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കിട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവൻ രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. അവൻ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ ഇലവപ്പെട്ടവൻ ഈ മൂവർ ഏവൻ കൂട്ടുകാരനായി നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സർവജ്ഞാനിയായവൻ, സർവശക്തനായവൻ. അവൻ്റെ ജ്ഞാനം, അറിവ് എന്നോട് ആഴം വലുതാണ്. അവൻ ഈ ഉപമയിൽ ഉള്ളടക്കം ചെയ്ത ആത്മീയ സത്യങ്ങൾ അനവധിയാണ്. എത്രയോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അഭിഷക്തന്മാർ, ജ്ഞാനമുള്ളവർ, ശ്രേഷ്ഠന്മാർ ഒക്കെ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്നും പുതുതായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായി എൻ്റെ തിരുവചനം പങ്കുവെക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഓർപ്പിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച അല്പജ്ഞാനത്താൽ, പരിശുദ്ധാത്മ സഹായത്താൽ ഇതിലെ ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിശ്ചയമായി നിങ്ങൾക്കിത് അനുഗ്രഹമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ പഠനങ്ങളെല്ലാം വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിന് പോലും അനേക മണിക്കൂറുകൾ അതിൽ ദൈവാലോചന പകരപ്പെടാൻ കഴിയും. അങ്ങനെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ദിവസം കൊണ്ട് തീരില്ല. നമുക്കാകെ 30 മിനിറ്റുകൾ ആണ് നമ്മുടെ പ്രഭാഷണം ലഭിക്കുന്നത്. അതോടെ ഇത് തുടർച്ചയായി പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് കേൾക്കാൻ ശ്രമിക്കണമെങ്കിലേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിൽ നമുക്ക്
4 കൂട്ടരെ കാണാം, അല്ലെങ്കിൽ ഉപമ 4 തിരിക്കാം. നേരത്തെ ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ, 1 ഒരു പ്രശ്നം, 2 പ്രശ്നം ഉണ്ടാക്കിയവർ, 3 പ്രശ്നം കണ്ട് വഴിമാറി കടന്നുപോയവർ, 4 പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിച്ചവൻ. 1 ഒരു പ്രശ്നം. ആ പ്രശ്നം ആരാണ്? യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ മനുഷ്യൻ. 2 പ്രശ്നം ഉണ്ടാക്കിയവർ, അവരാണ് കള്ളന്മാർ. 3 പ്രശ്നം കണ്ട് വഴിമാറി കടന്നുപോയവർ, പുരോഹിതനും ലേവ്യനും. 4 പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിച്ചവൻ, അവൻ നല്ല ശമര്യക്കാരൻ. ഞാൻ ഇതിനെക്കുറിച്ച് എലീശാ പ്രവാചകൻ്റെയും നയമാൻ്റെയും സംഭവത്തിൽ അല്പകാര്യങ്ങളൊന്ന് തൊട്ടുപോകുകയുണ്ടായി, പക്ഷെ വിവരിച്ചില്ല. നമ്മുടെ കാലഘട്ടം പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ കാലഘട്ടമാണ്. എല്ലായിടും പ്രശ്നങ്ങളാണ്. സഭയിൽ പ്രശ്നം, രാഷ്ട്രത്തിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, വ്യക്തികൾക്ക് പ്രശ്നം, സ്ഥാപനങ്ങളിൽ പ്രശ്നം. പ്രശ്നം തനിയെ വരുന്നല്ല. ചിലർ സ്ഥിരം പ്രശ്നക്കാരാണ്, ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. സ്ഥിരം പ്രശ്നക്കാരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ഥിരം തലവേദനയായ ആളുകൾ. സഭകൾക്ക്, കുടുംബങ്ങൾക്ക്, ദേശത്തിന് ഒക്കെ പ്രശ്നകാരികളാണ് ചിലർ ജനിച്ചതേ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ്. എന്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മദ്യം കൂടെ കത്തി എന്ന് കഴിഞ്ഞിട്ട് പറയണ്ട, മദ്യപാനത്താലുള്ള പല വിധത്തിൽ പ്രശ്നക്കാരാണ്. ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. പ്രശ്നകാരികളെ പ്രശ്നത്തിന് വേണ്ടി തള്ളിവിടുന്നവരാണ്. ഇപ്പോൾ പ്രശ്നമുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നവരുമുണ്ട്. ചിലർ തന്നെ ഒരു പ്രശ്നമാണ്. ചിലർ ആളുകളങ്ങ് പ്രശ്നക്കാർ തന്നെയാണ്. ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ട്രബിൾ മേക്കേഴ്സ്. 3 കൂട്ടരാണ് എന്ത് നടന്നാലും ഞങ്ങളൊന്നും അറിയുന്നില്ലെന്ന് വെച്ചാൽ വഴിമാറിപ്പോന്ന, മുമ്പേ പറഞ്ഞ പുരോഹിതൻ ലേവ്യരെപ്പോലുള്ളവർ. കുടുംബത്തിൽ പ്രശ്നം നടന്നാൽ സമൂഹത്തിൽ നടക്കട്ടെ, സഭയിൽ നടക്കട്ടെ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് അവർ വഴിമാറും. പക്ഷെ 4 കൂട്ടർ വളരെ ചുരുക്കമാണ്. പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കുന്നവർ. സഭയുടെ പ്രശ്നം, കുടുംബത്തിൻ്റെ പ്രശ്നം, നാടിൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പരിഹരിക്കുന്നവർ. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മുട്ടിമേൽ നിന്ന് കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. ഈ പ്രശ്നം തീർക്കണേ കർത്താവേ, ദൈവത്തോട് സർവശക്തനായോട് പറയുന്നവർ. അങ്ങനെയുള്ളവരെയാണ് ആവശ്യം. പ്രിയ സ്നേഹിതരെ, പ്രഭാഷണം കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങളൊരു പ്രശ്നമാകരുത്. അത് വളരെ മർമ്മമാണ്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നവരാകരുത്. വേദപുസ്തകം പഠിച്ചാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം വളരെ വിഖ്യാതമാണ്. അതും കർത്താവിൻ്റെ മലം പ്രസംഗം, പർവ്വതത്തിലുള്ള പർവ്വത പ്രസംഗം, ബിയാറ്റിറ്റ്യൂഡ്സ്. വളരെ മനോഹരമാണത്. അതും വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്കറിയാം, അവിടെ കർത്താവ് 9 ഭാഗ്യവർണ്ണനകൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് 5:9, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ഉള്ള സമാധാനം കളയുന്നവരാകരുത്, സമാധാനം ഉണ്ടാക്കുന്നവരാകുക. ട്രബിൾ മേക്കേഴ്സ് ആകാതെ പീസ് മേക്കേഴ്സ് ആകുക. വീടുകളിൽ ഉള്ള സ്വസ്ഥത കളയുന്നവരുണ്ട്, സഭകളിലുള്ള സ്വസ്ഥത കളയുന്നവരുണ്ട്, സമൂഹത്തിലുള്ള സ്വസ്ഥത കളയുന്നവരുണ്ട്. സ്നേഹിതരെ, മറ്റാർക്കു വേണ്ടിയല്ല, നിങ്ങളോടാണ് ഇത് സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഞാനൊരു പ്രശ്നമാകരുത്, എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രശ്നമാകരുത്, എൻ്റെ സഭയ്ക്ക് ഞാനൊരു പ്രശ്നമാകരുത്, എൻ്റെ കുടുംബത്തിന് ഞാനൊരു പ്രശ്നമാകരുത്, എനിക്ക് ഞാൻ തന്നെ ഒരു പ്രശ്നമാകരുത്, പ്രശ്നം ഉണ്ടാക്കുന്നവനാകരുത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഞാൻ വളരെ നാളുകളായി പ്രസംഗിക്കുന്നതാണ്. നോഹ ജനിച്ചപ്പോൾ നോഹയുടെ അമ്മയപ്പന്മാരുടെ പേര് ഉൽപ്പത്തി 5:28, ലാമെക്കിന് 182 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. ഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു നോഹ എന്ന് പേരിട്ടു. അവിടെ പ്രതീക്ഷയായിരുന്നു അത്. ശപിക്കപ്പെട്ട ഭൂമിയിൽ ആ കാലത്തിൻ്റെ പ്രത്യേകതയൊക്കെ വഷളത്വവും ആകൃത്യവും നിറഞ്ഞ ദൈവം ദുഃഖിച്ചൊരു കാലമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞവന് നോഹ എന്ന് പേരിട്ടു. നവോമി രൂത്തിനൊരു കുഞ്ഞു ജനിച്ചപ്പോൾ വീടിടുന്ന സംരംഭമുണ്ട്. അവിടെയും നാട്ടുകാർ പറഞ്ഞു, ഇവൻ നിൻ്റെ വാർദ്ധക്യത്തിലെ പോഷകനായി മാറട്ടെ, ഇവൻ്റെ പേര് ഇസ്രായേൽ വിസ്തൃതമാകട്ടെ. ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ സഭയ്ക്കൊരു തലവേദനയാകരുത്, നിങ്ങളുടെ കുടുംബത്തിനൊരു തലവേദനയാകരുത്, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും, നിന്നെ ജനിപ്പിച്ച അപ്പനും അമ്മയ്ക്കൊരു തലവേദനയാകരുത്, ആശ്വാസമാകണം. എത്രയോ ചെറുപ്പക്കാരെ നോക്കി അപ്പൻ അമ്മ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനൊരുത്തൻ ജനിക്കാതിരുന്നേ കൊള്ളാമായിരുന്നു, അല്ലേ?
നിങ്ങളെ നോക്കി അങ്ങനെ പറയാനിടയാകരുത്. നിങ്ങളുടെ സാന്നിധ്യം അനേകർക്ക് ആശ്വാസമാകണം. പിശാചാണ് ഇങ്ങനെ വരുത്തുന്നത്. ചില ആളുകളുടെ സാന്നിധ്യം പോലും അനേകർക്ക് ആശ്വാസമാണ്. ഒന്ന് കണ്ടിരുന്നെങ്കിൽ. സ്വന്തക്കാരേക്കാൾ രോഗികളായൊക്കെ ആളുകൾ കിടക്കുമ്പോൾ, മാരകരമായ രോഗങ്ങളാലൊക്കെ കിടക്കുന്ന ആളുകൾ ചിലരുടെ സാന്നിധ്യം കൊതിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാൾ അയ്യോ ഇന്നാരൊന്ന് വന്നിരുന്നെങ്കിൽ അല്ലേ. ദൈവദാസന്മാരായ ഞങ്ങൾ ഒത്തിരി വീടുകളിൽ ചിലരൊന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എത്രയോ ആളുകളൊന്ന് വരണേ, ഇതുവഴി പോകുമ്പോൾ എന്നൊക്കെ എത്രയോ ആളുകൾ. ഞങ്ങൾക്ക് പോകാൻ നേരം കിട്ടാറില്ല. ഈ TV പ്രഭാഷണം കാണുന്ന എത്രയോ പേര് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, അതുവഴി പോകുന്നെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഒന്ന് കയറണമെന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നിന്റെ സാന്നിധ്യം ആളുകൾ കൊതിക്കണം. നിന്റെ സാന്നിധ്യം മനുഷ്യന് ആശ്വാസമാകണം. തകർക്കുന്നവനാകരുത്, പണിയുന്നവനാകുക. ഉന്മൂലനം ചെയ്യുന്നവനാകരുത്, കെട്ടുപണിയുന്നവനാകുക, ഉയർത്തുന്നവനാകുക. യെശയ്യാവ് 50:4 യെശയ്യാവ് 50:4 തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്ന ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പം തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് കൊല്ലാനല്ല, ആശ്വസിപ്പിക്കുക. വീണ് കിടക്കുന്നവനെ ചവിട്ടിത്താഴ്ത്താനല്ല, ഒരു കൈ സഹായം നൽകി ഉയർപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ദാസൻ, ദൈവഭക്തനായ യോബ് അതികഠിനമായ ശോധനയിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നുപോയി. ഭൂമിയിലൊരു മനുഷ്യന് അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അല്ലേ, ഏറ്റവും വലിയ വേദനയിലൂടെ യോബ് പോയി. എന്തൊക്കെയാണ് അനുഭവിച്ചത്? ഇതുപോലെ ആരും ഒന്നിച്ചനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കാൻ പോകുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് സമ്പത്ത് മുഴുവൻ പോവുക, ആടുമാടുകൾ നഷ്ടപ്പെടുക, വീടുകൾ ഇടിച്ച് നിരത്തപ്പെടുക, അതിനേക്കാളെല്ലാം ഒരു 10 മക്കളെ ഒന്നിച്ച് മരണം കവരുക, ആക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കുന്ന പോലെ ഒരുമിച്ച് മരിക്കുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഉപേക്ഷിച്ചു പോവുക, ദേഹമാസക വേദനപ്പെട്ട് കിടക്കുക. ഇങ്ങനെ അതികഠിനമായ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ യോബിനെ ആശ്വസിപ്പിക്കുവാനായി കുറച്ച് സ്നേഹിതന്മാർ വന്നു. ആ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാർ അവൻ്റെ കഷ്ടത കണ്ടിട്ട് ഒരാഴ്ച മിണ്ടാതിരുന്നു, അവനോടൊരു വാക്ക് പോലും ഉരിയാടാതിരുന്നു. പക്ഷെ അവർ വാ തുറന്നപ്പോൾ പറഞ്ഞത് മുഴുവൻ അവനെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, വാ തുറന്നപ്പോൾ ചിന്തിച്ചത് മിണ്ടാതങ്ങ് ഇരുന്നാൽ നല്ലതായിരുന്നു. ചിലർ വാ തുറക്കുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്ന നല്ലത്, ചിലർ മിണ്ടുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്ന നല്ലത്. സദൃശവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ വളരെ പ്രധാനമായൊരു കാര്യം പറഞ്ഞു. മനോവസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. മനസ്സിനെ ഇടിക്കുന്ന വാക്കുകളല്ല, സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുക. പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, അനേക ഇടങ്ങളിൽ ഈ സന്ദേശം ചെന്നെത്തുന്നു. ആരൊക്കെ ഇത് കേൾക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെ, മാതാപിതാക്കൾക്ക് വേദന കൊടുക്കുന്ന മക്കളെ, നിങ്ങൾ മനം തിരിയണം. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിന് ഭീതിയാകരുത്, ഭയമാകരുത്, ആശ്വാസവും സന്തോഷവുമാകണം. ചില ആളുകൾ മതയാനെ പോലെയാണ് ചില അപ്പന്മാർ വീട്ടിലേക്ക് കയറി വരുന്നത്. പകൽ മുഴുവൻ അധ്വാനിച്ച് ഷാപ്പിൽ കൊണ്ട് കൊടുത്ത് പേവെള്ളം കുടിച്ച് ചങ്ങല പൊട്ടിച്ചിറങ്ങി വരുന്ന ആനയെപ്പോലെ, അല്ലെ കാട്ടിൽ നിന്ന് വരുന്ന ആനയെപ്പോലെ, മത്തമിളകി ആനയെപ്പോലെ എല്ലാം തകർത്ത് മുടിച്ച് കയറി വരുന്ന ഗ്രഹനാഥന്മാരുണ്ട്. മക്കളുണ്ട്, മരുമക്കളുണ്ട്. രാവിലെ നമ്മൾ അധ്വാനിച്ച് ഓടെ കിടന്ന് ഛർദ്ദിച്ച് അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പോലെയും തെറി വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും അയൽക്കാരുമായി ശണ്ട കൂടുകയും കത്തി കൊണ്ട് നടക്കുകയും വടിവാളുമായി നടക്കുകയും ചെയ്യുന്ന മക്കളില്ലേ? കുടുംബത്തിൻ്റെ അവസ്ഥയാണിത്. ഇനിയും ഇതിനൊന്നും പോകാത്ത സ്ത്രീകളില്ലേ? കൂട്ടിപ്പിടിപ്പിച്ച് ഭർത്താവ് കയറി വരുമ്പോഴേ അയൽക്കാർക്കെതിരെ വിദ്വേഷം പറഞ്ഞ് സമാധാനം കെടുത്തി അവരോട് യുദ്ധത്തിന് വിളിച്ച്, പോരിന് വിളിച്ച്, തല്ലിന് വിളിച്ച്, അടിയുണ്ടാക്കി, കുത്തുമായി, കേസായി, വഴക്കായി, ഹോസ്പിറ്റലായി, കൊലപാതകമായി, എത്ര അനുഭവം. സ്വന്തം അമ്മയ്ക്കെതിരെ മോനോട് പരാതി പറയുക, വിദ്വേഷം കുത്തിവെക്കുന്ന മരുമക്കൾ,
മരുമക്കൾക്കെതിരായി അവരുടെ ഭർത്താക്കന്മാരുടെ മക്കളോട് വിദ്വേഷം കുത്തിവെക്കുന്ന അമ്മമാർ ഇവരൊക്കെ മാനസാന്തരപ്പെടണം. നിങ്ങൾ മറ്റുള്ളവരുടെ സമാധാനം കവരുന്നവരാകരുത് സ്നേഹിതരെ, സ്വസ്ഥത കവരുന്നവരാകരുത്, സന്തോഷം കവരുന്നവരാകരുത്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം. ഇന്നു മുതൽ തീരുമാനമെടുക്കൂ, ഞാൻ മറ്റുള്ളവർക്കൊരു സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, എൻ്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുമ്പോൾ അവർ പറയണ ഒരു വലിയ നഷ്ടമാണെന്ന്. എത്രയോ പേരെക്കുറിച്ച് പറയുന്നു, ആശ്വാസകം പോയി, സംരക്ഷകൻ പോയി. ഞാൻ ഈ വാർത്താപത്രത്തിലൊക്കെ കാണുന്നു, ഞങ്ങളുടെ സംരക്ഷകൻ പോയി, ഞങ്ങളുടെ ആശ്വാസകം പോയി. ദൈവമാണ് യഥാർത്ഥ സംരക്ഷണം, ആശ്വാസം. എങ്കിലും ഭൂമിയിൽ മനുഷ്യൻ നിങ്ങളൊരു ആശ്വാസമായിരിക്കൂ, സഹായമായിരിക്കൂ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ജനിച്ചു. നിങ്ങൾ പോകുമ്പോൾ അനേകർ നിങ്ങളെ ഓർത്ത് കരയട്ടെ. നാളുകൾ നിങ്ങൾ നല്ല പ്രവൃത്തികൾക്കായി ഏൽപ്പിക്കപ്പെടൂ. ഇവിടെ ഈ ഉമ്മയെ പഠിപ്പാൻ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഉമ്മയിൽ 3 മനോഭാവങ്ങൾ നമുക്ക് കാണാം, 3 ഫിലോസഫി കാണാം, 3 തത്വങ്ങൾ കാണാം. ഒന്നാമത്തെ മനോഭാവം കള്ളന്മാരുടെ മനോഭാവമാണ്. കള്ളന്മാരുടെ മനോഭാവം എന്താണ്? അവരുടെ മനോഭാവം നിൻ്റേതെല്ലാം എൻ്റേത് എന്ന മനോഭാവമാണ്. യെരൂശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോയ മനുഷ്യനെ കൊള്ള ചെയ്യുന്നവർ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മനോഭാവക്കാരുണ്ട്. നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളതാണ്. കവരുക, മറ്റുള്ളവൻ്റെ കവരുക, മറ്റുള്ളവൻ്റെ അതിക്രമിച്ചെടുക്കുക, മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കുക, അന്യായമായി കവർന്നെടുക്കുക, അധ്വാനിക്കാൻ വയ്യ, അധ്വാനിക്കാൻ മനസ്സില്ല, മോഷ്ടിക്കുക, കവരുക, കൊള്ള ചെയ്യുക, എപ്പോഴും മറ്റുള്ളവരുടെ വേണമെന്ന് ആഗ്രഹിക്കുക. നമുക്കതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഒന്ന്, കള്ളന്മാരുടെ മനോഭാവം നിൻ്റേതെല്ലാം എൻ്റേത്. ആ ചിന്ത സാത്താന്യമാണ്. രണ്ടാമത്തെ ചിന്താഗതി മനോഭാവം പുരോഹിതന്മാരുടെ ലേവ്യരുടെയും മനോഭാവമാണ്. അവരുടെ മനോഭാവം എന്താണ്? ഈ മനുഷ്യൻ മുറിവേറ്റ് അവിടെ കിടക്കുന്ന കണ്ടിട്ട് അവർ വഴിമാറി കടന്നുപോയി. അവരുടെ മനോഭാവം നിൻ്റേതെല്ലാം നിൻ്റേത്, എൻ്റേതെല്ലാം എൻ്റേത്. നിനക്കുള്ളതെല്ലാം നിനക്കിരിക്കട്ടെ, എനിക്കുള്ളതല്ല എനിക്ക്. നിൻ്റേതൊട്ടും എനിക്കും വേണ്ട, എൻ്റേതൊട്ടും നിനക്കും ഞാൻ തരില്ല. അത് മാനുഷികമായ നിലപാടാണ്, മനോഭാവമാണ്. മൂന്നാമത്തെ നിലപാട് നല്ല ശമരിയക്കാരൻ്റെ മനോഭാവമാണ്. ഇവിടെ നമ്മൾ കണ്ടു, നമ്മൾ പഠിക്കും. ഈ നല്ല ശമരിയക്കാരൻ ചെയ്തത്, അവൻ വാഹനമൃത്തും താഴെ ഇറങ്ങി, മുറിവേറ്റവൻ്റെ അരികിൽ ചെന്നു, അവൻ്റെ മുറിവുകളെ ഒപ്പി എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വഴിയമ്പക്കാരനെ ഏൽപ്പിച്ച് ആ രാത്രി അവിടെ താമസിച്ചു. അതാ ഇപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായി മർമ്മം. പിറ്റേ ദിവസമേ അയാൾ പോയുള്ളൂ. അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ നിന്നു. അയാളെ യാത്ര മാറ്റി വെച്ച് അയാൾ ഇവിടെ നിന്നു. അപ്പോൾ നല്ല ശമരിയക്കാരൻ്റെ മനോഭാവം, ആ മനോഭാവം നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ആ മനോഭാവം, അത് ദൈവീകം. 3 തത്വങ്ങൾ, 3 ഫിലോസഫി, 3 മനോഭാവങ്ങൾ. ഒന്ന്, കള്ളന്മാരുടെ മനോഭാവം, അത് സാത്താന്യമാണ്. നിൻ്റേതല്ല എൻ്റേതാണ്, നിൻ്റെ കരുണ, നിൻ്റെ അനുഗ്രഹം, നിൻ്റെ സ്വസ്ഥത, നിൻ്റെ സമാധാനം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ആരോഗ്യം, ഇതെല്ലാം കവരുവാനാണ് സാത്താൻ വരുന്നത്. അറക്കാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും. അനേക കുടുംബങ്ങളെ സാത്താൻ അറുത്തുകൊണ്ടിരിക്കുന്നു, മുടിച്ചുകൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ വൈരാഗ്യം കൊണ്ടുവരുന്നു, ശത്രുത കൊണ്ടുവരുന്നു, പക കൊണ്ടുവരുന്നു. നമ്മൾ വായിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഞെട്ടുന്നതാണ്. ഒരേ റൂമിൽ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ ഭാര്യയെ അല്ലെ ഭർത്താവിനെ ചതിക്കുന്നു, ഭാര്യയെ വിട്ടുനുറുക്കുന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ചിറങ്ങിപ്പോന്നു, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോന്നു. ഇതൊക്കെ ഒരു മൂമെൻ്റ് കൊണ്ട് സാത്താൻ മനുഷ്യൻ്റെ മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. എത്ര ക്രൂരമായതാണ്. മറ്റൊരാളെ കിട്ടാൻ വേണ്ടി ചതിച്ചു കൊല്ലുന്നു, എത്ര പേരെ വേണമെങ്കിലും കൊല്ലാൻ തയ്യാറാകുന്നു. എന്തെല്ലാം ഭീകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ അടുത്ത സമയത്ത് വന്ന വാർത്തയൊക്കെ സ്വന്തം ഭർത്താക്കന്മാരെ മക്കളെ ഉപേക്ഷിച്ച് ജാരന്മാരുടെ പുറകിന് പോയി കൊലക്കത്തിക്കരയായ സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? സ്വന്തം കാര്യം മാത്രം നോക്കുക, കവരുക,
സന്തോഷം, സമാധാനം കവരുക. പിശാചിൻ്റെ പണിയാണത്. നിൻ്റേതല്ല എൻ്റേതെന്ന് പറയുന്നത് സാത്താന്യമാണ്. അത് കയറി അനേക മനുഷ്യർ ഇന്ന് നമ്മുടെ കാണുന്ന ശാപമാണ്. എന്ത്യകാല ലക്ഷണം കൂടെയാണത്. മനുഷ്യൻ ഇന്ന് സ്വാർത്ഥനായി മാറുന്നു, സ്വസ്നേഹികളായി മാറുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ നന്മയെല്ലാം അടിച്ചു മാറ്റുകയാണ്, കവരുകയാണ്. വേറൊരുത്തൻ്റെ ഭാര്യ, വേറൊരുത്തൻ്റെ മകളെ, വേറൊരുത്തൻ്റെ മകനെ അവൻ്റെ കാര്യം നടക്കണം. അതിനേത് നിഷ്ഠൂരതയും ചെയ്യും, ഏത് ക്രൂരതയും ചെയ്യും. എന്തെന്ത് തട്ടിപ്പുകൾ, വെട്ടിപ്പുകളാണ് കാണുന്നത്. പിശാച് ചെയ്യുന്നതാണ്. നിന്റെ സമാധാനം കവരുന്നു. ഇത് മർമ്മമാണ് സഹോദരങ്ങളെ, സത്യമാണ്. രണ്ടാമത്തേതാണ് ലേവ്യനും പുരോഹിതനും. പുരോഹിതനും ലേവ്യനും ചെയ്തത് എന്താണ്? അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ടിട്ട് വഴിമാറി അങ്ങ് പോയി. വേദപുസ്തകം പറയുന്നത് യഹൂദൻ്റെ ഇവൻ ചത്ത് കിടക്കുകയാണെങ്കിൽ ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ശുശ്രൂഷിക്കാനൊക്കില്ല, ശവത്തെ തുടരുന്നതാണ്. പോലും വീണ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുന്നതിനേക്കാൾ അവരവരുടെ ശുശ്രൂഷ ചെയ്ത് തികയ്ക്കണം, അതിലവർ പ്രാധാന്യത കണ്ടെത്തി. വഴിമാറി കടന്നുപോയി. അവർ പറയുന്നത് നിൻ്റെ വേദന നിൻ്റേത്, എൻ്റെ വേദന എൻ്റേത്. പ്രൈസ് ലോർഡ്. നാളൊരു നല്ല ശമരിയക്കാരൻ്റെ ചിന്ത അതല്ല, നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ മാർഗമാണ്, നിമിത്തമാണ് ജീവകാരുണ്യം. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന, അവനെ ആപത്തിൽ സഹായിക്കുന്ന ഉപദേശം യേശുവിൻ്റെതാണ്. ശത്രുവിനെ നിഗ്രഹിക്കുക എന്നാണ് സകല മതങ്ങളും പഠിപ്പിക്കുന്നതെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചത് ഒരുത്തനേ ഉള്ളൂ, യേശു. ഒരു മാർഗമേ ഉള്ളൂ. അവന് വിശക്കുന്നെങ്കിൽ കഴിപ്പാൻ കൊടുക്കാൻ പറഞ്ഞു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് യേശുവിൻ്റെ മാർഗമാണ്. എൻ്റെ പ്രഭാഷണം നിർത്തേണ്ട സമയം അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല ശമരിയക്കാരൻ്റെ പറയുന്നത് നിനക്കുള്ളതൊന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. അതാണ് യേശു ചെയ്യുന്നത്, ദൈവം നൽകുന്നത്. ഈ നല്ല ശമരിയക്കാരൻ ഇവൻ്റെ അരികിൽ ചെന്നത് അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. സ്തോത്രം. ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ യേശു എന്നെ സ്നേഹിച്ചത് എന്നിൽ നിന്നെങ്കിലും പ്രതീക്ഷിച്ചല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ എന്നെ സ്നേഹിച്ചു. ലോകത്തുള്ള എല്ലാ സ്നേഹവും അങ്ങോട്ടെന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിലാണ്, അങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, മക്കൾ അപ്പനെ സ്നേഹിക്കുന്നു, അപ്പനമ്മയും മക്കളെ സ്നേഹിക്കുന്നു, എല്ലാം അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ്. കിട്ടാതെ വരുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്നീ സ്നേഹം കിട്ടണം, അല്ല ധനം കിട്ടണം, ബഹുമാനം കിട്ടണം, എല്ലാം സേവനം കിട്ടണം. ഇല്ലാതെ വരുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ട്. അതാണ് യേശുവിൻ്റെ സ്നേഹം. എൻ്റെ പ്രഭാഷണം നിർത്തുന്ന സമയത്തൊരു മർമ്മം ഞാൻ പറയും. അടുത്ത സ്ഥലത്ത് എനിക്ക് ലഭിച്ചൊരു മെസ്സേജ് ഞാൻ പലയിടത്തും അത് പറഞ്ഞു കഴിഞ്ഞു. അതിങ്ങനെയാണ്: നോ വൺ നോട്ടീസ് യുവർ പെയിൻസ്, നോ വൺ നോട്ടീസ് യുവർ ടീയേഴ്സ്, നോ വൺ നോട്ടീസ് യുവർ സാഡ്നസ്, ബട്ട് എവരി വൺ നോട്ടീസ് യുവർ മിസ്റ്റേക്സ്. ലോകത്തിൽ ആരും നിന്റെ വേദന ശ്രദ്ധിക്കില്ല, നിന്റെ കണ്ണുനീരാരും ശ്രദ്ധിക്കില്ല, നിന്റെ ദുഃഖം ആരും ശ്രദ്ധിക്കില്ല, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും. നീ കരയുന്നത് എന്തിനാണെന്ന് ചില ചോദിച്ചിരിക്കുന്നില്ല. പട്ടിണി കിടക്കുമ്പോൾ എങ്ങനെ ആരും നീ പട്ടിണിയാണോ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കില്ല. ദുഃഖിച്ച് നടക്കുമ്പോൾ എന്തിനും ദുഃഖിച്ചിരിക്കും ചോദിക്കില്ല. പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതെല്ലാവരും പ്രസിദ്ധമാക്കും, അത് ചോദ്യം ചെയ്യും, നോട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തെറ്റുകൾ ക്ഷമിച്ച് നിന്നെ സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ട്. അതാണ് യേശുവിൻ്റെ സ്നേഹം. അതാണ് നല്ല ശമരിക്കാരൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്: ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ. എന്ത് നല്ലൊരു സഖിയാണ് യേശു. ഈ നല്ല ശമരിക്കാരൻ നിൻ്റെ അരികിലുണ്ട്. ലോകത്തിലെല്ലാവരും നീ കൈവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും നിൻ്റെ കൂടെ നടക്കുന്നവൻ, നിന്നെ കൈവിടാത്തവൻ. ഞാൻ ഈ സ്നേഹിതനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എന്നെ തേടിയെത്തുന്ന സ്നേഹിതനാണ്, എന്നെ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്, എന്നെ അറിയുന്ന സ്നേഹിതനാണ്, തനിക്കുള്ളതെല്ലാം എനിക്കായി പങ്കുവെക്കുന്ന സ്നേഹിതനാണ്. ഈ സ്നേഹിതന് നിങ്ങൾക്ക് വേണം. ഈ കർത്താവ് നിങ്ങളുടെ സ്നേഹിതനായിരിക്കട്ടെ. പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അല്പകാലമേ നമ്മൾ ഈ ഭൂമിയിലുള്ള എത്ര കാലം ഒന്നറിയില്ല.
നമ്മുടെ ജീവിതം അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ, ആശ്വാസമാകട്ടെ, വിടുതലാകട്ടെ. നമ്മുടെ വാക്കുകൾ അനേകരെ വേദനിപ്പിക്കുന്നാകാതെ, മുറിവേൽപ്പിക്കുന്നാകാതെ, മുറിവിന്മേൽ എണ്ണയും വീഞ്ഞും പകർന്നാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. ഓരോ പ്രഭാഷണം കേട്ടിട്ട് വിട്ടുകളയല. കർത്താവെ, അങ്ങനെ ആയിരിക്കും കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, സാത്താൻ ഞങ്ങളുടെ നന്മ കവരുന്നു, സാത്താൻ ഞങ്ങളുടെ അനുഗ്രഹം കവരുന്നു, സാത്താൻ ഞങ്ങളുടെ സ്വസ്ഥത കവരുന്നു. ലോകത്തിൽ പലരും ഞങ്ങളുടെ വേദന കണ്ടിട്ട് കണ്ടും കാണാതെ നിന്റെ ദാസൻ പാടിൽ കടന്നു പോകും. കർത്താവെ, ആരും ഞങ്ങളുടെ കഷ്ടതയോ ഞങ്ങളുടെ കണ്ണുനീരോ ഞങ്ങളുടെ വേദനയോ എന്താണെന്ന് ചോദിക്കില്ലപ്പാ. എന്നാൽ ഞങ്ങളുടെ പ്രശ്നവും മിസ്റ്റേക്കും ഞങ്ങളുടെ തെറ്റുകളും ധരിപ്പിച്ചു കാണിക്കുന്നവരാണ്. നല്ല ശുമരിക്കാരനാന്ന് ഞങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ അരികിൽ വരുന്നവനാണ്, ഞങ്ങളെ വിടിപ്പിക്കുന്നവനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്. നീ ഞങ്ങളെ സ്നേഹിച്ചത് എന്തെങ്കിലും കണ്ടിട്ടല്ലപ്പാ, എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല കർത്താവേ. ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഈ സ്നേഹം അറിയാത്തൊരു സ്നേഹം അറിയട്ടെ. ഈ നല്ല ശുമരിക്കാരനെ ഞങ്ങളുടെ കേൾവിക്കാർ പരിചയപ്പെടട്ടെ കർത്താവേ. നല്ല സ്നേഹിതനോടൊപ്പം യാത്ര ചെയ്യാൻ അവരെ ഒരുക്കണമേ. നിന്റെ കൃപ അവരോട് ഇരിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. നിരാശരും ഭാരമുള്ളവരും രോഗികളാരും കൈവിടപ്പെട്ടവരായാലും ഇരിക്കുന്നവരെ നീ വിടുവിക്കണമേ. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥനകളെല്ലാം നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ആസ്വദിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോട് നിങ്ങൾ പറയുക. ഇത് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെല്ലാവരെയും ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.